ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിക്ക് ജോലി കിട്ടിയ കാര്യം അറിഞ്ഞിട്ട് ഞെട്ടി ഇരിക്കുന്ന ചന്ദ്രയും ശ്രുതിയും സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും രവീന്ദ്രനും ഒക്കെയാണ്. ചന്ദ്രയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഓ, എൻ്റെ മോന് ഇത്രയും ശമ്പളത്തിന് ജോലി കിട്ടിയിട്ട് എന്താ അവന് എൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യമില്ലല്ലോ എന്നും പറഞ്ഞാണ് കരയുന്നത്. എന്തെങ്കിലും കാരണം വേണമല്ലോ. നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് കരഞ്ഞ് 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 പൊടിക്കുകയാണ്. അപ്പോഴേക്കാണ് രവീന്ദ്രൻ ചോദിച്ചത്, എന്താടാ ഇവളീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ അച്ഛ, എനിക്ക് ജോലി കിട്ടിയതേ കാനഡയിലാ. കാനഡയിലോ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു, കാനഡയോ? ആ, കാനഡ. അമ്മയ്ക്ക് എന്നെ വിട്ടു നിൽക്കണ്ടേ, അതിന്റെ വിഷമത്തില എൻ്റെ അമ്മ. ഓ, അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഒന്ന് ചിരിച്ചു കേട്ടോ. ചന്ദ്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും പുറമെ ഒരു ചെറിയ ചിരിയൊക്കെ ഉണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല, കാനഡയിലാണ് ജോലി കിട്ടിയത്? അതെ, കാനഡയിൽ തന്നെയാണ് ജോലി കിട്ടിയത്. ഒരു ഇന്റർനാഷണൽ കമ്പനി, ഒരു അടിപൊളി കമ്പനിയൊക്കെ തന്നെയാന്നൊക്കെ ഇങ്ങനെ പറയാ. എൻ്റെ ഈശ്വര, എനിക്ക് സന്തോഷമായി സുധി. എനിക്കിനി വേറെ ഒന്നും വേണ്ട. അപ്പോഴേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, അത് പിന്നെ അവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കമ്പനി ജോലി തന്നൂടെ, ആ ഒരു ശമ്പളം വെച്ചിട്ട്. ഞാന് നിന്നെ ഒന്ന് കാണാതെ ഇതുവരെ നിന്നിട്ട് പോലുമില്ല. അപ്പൊ സച്ചി പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഇവനെ വിട്ടു നിൽക്കാനൊക്കെ പറ്റും. അന്ന് ഓടിപ്പോയപ്പോഴത്തേക്കും നിങ്ങൾ ഇവനെ വിട്ടു നിന്നതല്ലേ. അയ്യോ, അന്ന് ഞാൻ എങ്ങനെയാ മാറി നിന്നതെന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഇതിപ്പം എനിക്ക് അവനെ കാണാൻ പറ്റുമോ? ഒരുപാട് നാള് മാറി നിൽക്കേണ്ടി വരില്ലേ? എന്റെ മോനെ, നിന്നെ ഞാൻ എങ്ങനെ കാണാതെ നിൽക്കൂടാ. എടാ, ഈ ജോലി നിനക്ക് വേണോ? നീ ഒന്നും കൂടി ആലോചിച്ചേ. അത് പിന്നെ എൻ്റെ ടാലന്റിനൊത്തൊരു ജോലി എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്. ഈ ജോലി വേണ്ടെന്ന് വെച്ചാല് പിന്നെ ഇതുപോലൊരു ജോലി കിട്ടുമോ അമ്മേ? അയ്യോ മോനെ, ദേ ഭാഷ അറിയാത്ത സ്ഥലത്ത് പോയി നീ കഷ്ടപ്പെടും. അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. അല്ല, നിനക്ക് കാനഡയിലെ ഭാഷ അറിയോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ ആന്റി, അവിടെ ഇംഗ്ലീഷാ സംസാരിക്കുന്നത്. ആണോ? ഓ, എന്റെ മോൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, എനിക്കറിയാം. അല്ല മോനെ, അവിടെ നല്ല തണുപ്പാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതൊക്കെ മോന് സഹിക്കാൻ പറ്റൂടാ മോനെ? അത് പിന്നെ അത് ശരിയാമേ, അവിടെ മൈനസ് ടെമ്പറേച്ചർ ഒക്കെ തന്നെയാ. അയ്യോ, തണുത്ത് വിറച്ചെന്റെ മോനെ എങ്ങനെ അവിടെ കഴിയും? എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ ഞാൻ നിന്നെ വളർത്തിയത്. എന്റെ ഈശ്വര, ഇതിനാണോ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ കൊണ്ട് നടന്ന് വളർത്തിയത്? നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ കഴിയും? അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞ, ഈ ഒരു കാര്യം ചെയ്യാം, അവന്റെ കൂടെ നിങ്ങളും പൊക്കോ. അത് പിന്നെ നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങനെ പോകും? ഓ, അതാണ്. വഴക്ക് കൂടാൻ എപ്പോഴും ഒരാൾ വേണമല്ലോ അമ്മയ്ക്ക്. അപ്പം ഇവിടെ നിന്നാലല്ലേ അത് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ചന്ദ്ര അതൊന്നും നോക്കുന്നില്ല കേട്ടോ. സച്ചി പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, മോനെ, നിനക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? അത് പിന്നെ പിരിഞ്ഞ് ഇരുന്നല്ലേ പറ്റൂ. എന്ത് ചെയ്യാനാ? ജോലി വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അത് മോനെ, നീ പോയാല് അവിടെ തന്നെ കൂടരുത് കേട്ടോ. ഇടയ്ക്ക് നീ ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ടേക്ക് വരണം. അത് പിന്നെ വരില്ലേ അമ്മേ? എന്നാ പിന്നെ എൻ്റെ മോർണിംഗ് വന്നേ, ഇവിടെ ഇരുന്നേ ഈ അമ്മ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും ഭയങ്കര ആക്ടിങ്ങും ആണ് കേട്ടോ. എന്നിട്ട് പറയാ, പുറത്തൊന്നും പോയി കഴിക്കരുത്, താമസിക്കുന്ന സ്ഥലത്ത് സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കി കഴിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കണം കേട്ടോ, ഇല്ലെങ്കിലേ മോന്റെ മുടിയൊക്കെ പോകും. സച്ചി പറഞ്ഞു, അവിടെ നല്ല തണുപ്പാന്നല്ലേ പറഞ്ഞത്, എണ്ണ തേച്ച് കുളിച്ചാ പനി വരില്ലേ? എടാ സച്ചി, നീ മിണ്ടാതിരിക്കടാ, എന്റെ സങ്കടം എനിക്കല്ലേ അറിയത്തുള്ളൂ. എന്റെ മോനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരുക. ആ, സാരമില്ല മോന് ഒരു ജോലി വേണമല്ലോ. അപ്പം പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല, എന്നാ ജോയിൻ ചെയ്യേണ്ടത്? വിസയൊക്കെ റെഡി ആയിട്ട് വരാന് കുറച്ച് ദിവസങ്ങൾ എടുക്കില്ലേ? ആ, അതൊക്കെ ശരിയാ. ജോലി കിട്ടിക്കഴിഞ്ഞാല് ഒരാഴ്ചക്കുള്ളിൽ പോകാം. ജോലി കിട്ടിക്കഴിഞ്ഞാലോ? അപ്പം ജോലി കിട്ടിയില്ലേ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചി, ഇവന് ജോലി കിട്ടിയില്ലേ? അപ്പൊ ഇവന് ഇത്രയും നേരം എന്താ പറഞ്ഞത്? രവീന്ദ്രൻ ചോദിച്ചു, അത് പിന്നെ നിനക്ക് ജോലി കിട്ടിയില്ലേടാ? അത് പിന്നെ എനിക്ക് ഇപ്പൊ ജോലി കിട്ടിയില്ല, പക്ഷെ ജോലി കിട്ടിയതുപോലെ തന്നെയാ. കിട്ടിയതുപോലെ തന്നെയാ? നീ എന്താടാ ഈ പറയുന്നത്? അത് പിന്നെ അച്ഛാ, എനിക്ക് ജോലി കൺഫേം ആകും അച്ഛാ. ഏജൻസി ഓക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് ജോലി കിട്ടും. അപ്പം ഈ ഏജൻസി എന്താ ഓക്കെ പറയാത്തത്? ഇനി വേറെ ഏജൻസി ഉണ്ടോ?
അത് പിന്നെ അച്ഛാ, ഒരു 14 ലക്ഷം അങ്ങോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏജൻസി ഒക്കെ പറയും. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും ഞെട്ടിപ്പോയിട്ടോ. ശ്രുതി ചോദിച്ചു 14 ലക്ഷമോ? അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു ഒറ്റ ചിരി ചിരിച്ചു കേട്ടോ. കൂടെ നമ്മുടെ രവീന്ദ്രനും ഭയങ്കര ചിരി, രേവതിയും കൂടെ ചിരി, ചിരിയോ ചിരി, ചിരിയോ ചിരി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ദേ അമ്മ ചിരിക്കുന്നത് കണ്ടില്ലേ, എങ്ങനെ ചിരിക്കാതിരിക്കും? ഇത്രയും നേരം എന്തൊക്കെയായിരുന്നു ബിൽഡപ്പ്, എന്തൊക്കെ കരച്ചിലായിരുന്നു. അമ്മേ മോനും അങ്ങോട്ട് തകർക്കുമായിരുന്നല്ലോ. ഇതൊക്കെ ചുമ്മാതെ ആയി പോയില്ലേ, ഷൂ ആയി പോയില്ലേ? എന്തു ആടാ നിനക്ക്? ഓ അയ്യോ, നിന്റെ അമ്മയുണ്ടല്ലോ എന്തൊക്കെ സ്വപ്നം കണ്ടു. ആ, കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പ് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാതുകുത്തിനെ കുറിച്ച സംസാരം, അതുപോലെ ആയി പോയത്. എന്തൊക്കെയായിരുന്നു, എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ വയ്യ, തലയിൽ എണ്ണ തേക്കണം, എന്തൊക്കെയാ പറഞ്ഞത്. സിനിമ ഡയലോഗ് തോറ്റുപോകും. നമ്മുടെ ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് കുനിഞ്ഞ് അങ്ങോട്ട് വിളറി വെളുത്ത് ചമ്മി നാറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇപ്പം 14 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ ജോലി കിട്ടൂലോ. 14 ലക്ഷം രൂപ കൊണ്ടുപോയി നശിപ്പിച്ച 50 ലക്ഷം പോരാ, ഇനിയിപ്പം വീണ്ടും 14 ലക്ഷം കൊടുക്കണം അല്ലേ? ഓ, കൊള്ളാം കൊള്ളാം കൊള്ളാം, അത് കലക്കി. അച്ഛാ, ദേ ഇവൻ പറയുന്നത് കേട്ടോ. ദേ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും ചിരി വരുവാ അച്ഛാ. ഇതിനു വേണ്ടിയാണോ ഇത്ര ബിൽഡപ്പ് കൊടുത്തത്? എന്തൊരു കോമഡിയായത്. ഓ, ഇതൊക്കെ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതി ചോദിച്ചു, അല്ല കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ? അയ്യോ വേണ്ട മോളെ, ഇപ്പൊ വേണ്ട, ഞാൻ ചിരിച്ച് മടുത്തു. അതുമല്ല, ചിരിക്കുമ്പോ വെള്ളം കുടിക്കാൻ പറ്റില്ല, നെറുകെ കയറുന്നു പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി, രവീന്ദ്രനും അങ്ങ് പോയി. അപ്പോഴത്തേക്കാണ് രേവതി എടുത്തിയേ, ആരിലേക്കായിരിക്കും ഈ 14 ലക്ഷം രൂപയുടെ നോട്ടമെന്നറിയാലോ. ഇനിയിപ്പം ദേ എന്റെ ശ്രുതിയേടത്തി കൊടുക്കേണ്ടി വരും. ശ്രുതിയേടത്തിയെ നട്ടോ, രേവതിയേടത്തിയെന്നല്ലേ, ശ്രുതിയേടത്തി കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞു. അല്ലെങ്കിലും ശ്രുതിയുടെ മണ്ടയിലല്ലേ ആ 14 ലക്ഷം രൂപ പോകത്തുള്ളൂ. എന്നിട്ട് സച്ചി പറയാ, ആലോചിക്ക എവിടെ നീ 14 ലക്ഷം രൂപ ഒപ്പിക്കുമെന്ന്. എന്നിട്ട് സച്ചി ചിരിച്ചിട്ട് അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി, അയ്യോ അമ്മേ, എന്താ അമ്മേ ഇത്? ഓ, എന്റെ കാനഡയിലെ ജോലി അത് കിട്ടുമോ അമ്മേ? അത് കിട്ടാതെ ഇരിക്കുവോ? 14 ലക്ഷം രൂപ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഏതായാലും ഈ സമയം വീണ്ടും കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രൻ റൂമിനകത്ത് കയറിയിരുന്ന് ഭയങ്കര ചിരി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്ന് ചോദിച്ചു, എന്താ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് വെച്ചാ? എങ്ങനെ ചിരിക്കാതിരിക്കും മോനെ, എന്തൊക്കെയായിരുന്നു. ഓ, സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുവാ. എന്തൊക്കെയായിരുന്നു? കണ്ണിലെ കൃഷ്ണമണി, തലയിലെ എണ്ണ, പിന്നെന്താ ഭക്ഷണം പുറത്തു പോയി കഴിക്കരുത്, ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കും? അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ രവീന്ദ്രൻ ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുക. സച്ചി ഇങ്ങനെ രവീന്ദ്രനെ തന്നെ നോക്കുകയാണ് കേട്ടോ, രവീന്ദ്രൻ ചിരിക്കുന്നത് കണ്ടിട്ട്. എന്താടാ മോനെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ സച്ചി പറഞ്ഞു, അത് പിന്നെ അച്ഛൻ ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ടെ എത്ര നാളായി എന്നറിയോ? സത്യമായിട്ടും അച്ഛനിങ്ങനെ ചിരിക്കുന്ന കാണുമ്പോഴേ എൻ്റെ മനസ്സിലെ ഒരു വല്ലാത്ത സന്തോഷമാണ്. ഈ കാനഡ വിഷയം ഇനിയും കുറച്ച് നാൾ ഇവിടെ മിക്കവാറും ഉണ്ടാകും. നമുക്ക് ചിരിക്കാനേ നേരം കാണത്തുള്ളൂ. ചിരിച്ച് മിക്കവാറും നമ്മൾ മടുക്കും എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ രവീന്ദ്രൻ അതേ മോനെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരി. അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടിച്ച് ചിരിയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റ് ആണ്. ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വർഷയുടെ അമ്മ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, എന്താ ആന്റി വന്നത്? അത് പിന്നെ നീ ചെയ്തത് ശരിയാണോടാ? ഞാൻ എന്ത് ചെയ്തു? നീയും വർഷയും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാ എന്റെ ആഗ്രഹം. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് എന്തിനാ നീ പറഞ്ഞത്? എന്തിനാ നീ വർഷമോളെ വേദനിപ്പിക്കുന്നത്? ഉറക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുക, റെസ്റ്റോറന്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ആന്റി ഒന്ന് പതുക്കെ പറ, പതുക്കെ പറ. ഞങ്ങളുടെ സമ്മതം ഇല്ലാതെയല്ലേ നീ വർഷേനെ കല്യാണം കഴിച്ചത്? എന്നിട്ട് ഞങ്ങൾ അതൊക്കെ മറന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കുവോ? എന്റെ മോളല്ലേ വർഷ, ഞാൻ അവളുടെ ജീവിതം തകർക്കുവോ? അത് പിന്നെ ആന്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ആന്റീനെ ഞാൻ വിളിച്ചോളാം, ഇപ്പൊ എനിക്ക് ജോലിയുണ്ട്. വർഷയ്ക്കും നിനക്കും ഇടയിൽ വഴക്കുണ്ടാകുന്നത് ഞാൻ കാരണമാണെന്ന് നീ പറഞ്ഞില്ലേ? അതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? നിങ്ങളെ വഴക്കടുപ്പിച്ചിട്ട് എനിക്ക് എന്ത് സന്തോഷം കിട്ടാനാ? എനിക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമോ? ശോ ആന്റി, ഇതേ ആൾക്കാരൊക്കെ നോക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് വാ, ഞാൻ സംസാരിക്കാം. ഞാൻ എന്തിനാ നിന്റെ വീട്ടിലേക്ക് വരേണ്ടത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വീട്ടുകാരെനിക്ക് എന്ത് മര്യാദ തരും? നീ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ. അത് പിന്നെ ആന്റി, ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, പ്ലീസ് ആന്റി ഇപ്പം ചെല്ല്, ഞാൻ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്.
ഇല്ല, ഞാനിപ്പൊ പോകത്തില്ല. നീ പറ, നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ഇട്ട് തരും. അത്രയ്ക്ക് കരുതലുണ്ട് ഞങ്ങൾക്ക് നിന്നോട്. നീ അത് മനസ്സിലാക്കാതെ പോയല്ലോ. അപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് മുതലാളി വരുന്നത്. മുതലാളി വന്നിട്ട്, ശ്രീകാന്തെ എന്താ പ്രശ്നം? അത് പിന്നെ ഒന്നുമില്ല സാറേ, എന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് അയാൾ ചോദിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത്, അത് പിന്നെ ഒന്ന് മനസ്സിലാക്ക, സംസാരിക്കാനുള്ള സ്ഥലം ഇതല്ല. അത് പിന്നെ മോനെ, ഞാനാ പാസ് കൊടുത്തത്. 3-4 ദിവസം നിങ്ങൾ ഇവിടുന്ന് മാറി നിന്ന് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ നിന്നെ അപമാനിക്കാൻ വേണ്ടിയൊന്നുമല്ല. അപ്പൊ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അതെ ശ്രീകാന്തെ, കസ്റ്റമർ വെയിറ്റ് ചെയ്യുക, നീ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലേ? അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് വർഷയുടെ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഒരു വെളിവും ബോധമില്ലേ? ഞാൻ ശ്രീകാന്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും അങ്ങ് എന്തോ പോലെ ആയിട്ടോ അയാൾക്ക്. അപ്പം അയാളോട് ശ്രീകാന്ത് പറഞ്ഞു, പ്ലീസ് ഒന്ന് പൊക്കോ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീകാന്ത് വർഷയുടെ അമ്മയോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ ഇത് ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, ഞാൻ എങ്ങനെ ശല്യപ്പെടുത്താതിരിക്കും? അത്ര മാത്രമല്ലേ എന്റെ മോളെ നീ വേദനിപ്പിച്ചത്? ഒരു അന്യപ്പോലെയാണോ നീ എന്നെ കരുതുന്നത്? നിന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ നീ എന്നെ കാണേണ്ടത്? അത് പിന്നെ ആന്റി തെറ്റായിട്ട് എടുത്തിരിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പ്ലീസ് ആന്റി ഇപ്പൊ ചെല്ല്, ഞാൻ പോകാം, നിക്ക്, എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേക്ക്. ഞങ്ങൾ നിന്നെ ഒരു മകനെ പോലെയാ കരുതിയത്. നിനക്ക് ടൂറിന് പോകാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? അതിന് നീ എന്തിനാ വർഷയുടെ തലയിൽ കയറി നിരങ്ങുന്നത്? നീ എന്താ മോനെ ഇങ്ങനെ? അത് പിന്നെ എന്റെ പൊന്ന് ആന്റി, ഒന്ന് പോകുമോ നിങ്ങൾ ഇവിടുന്ന്? ഒന്ന് പോയി തരുമോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നിന്നോട് ക്ഷമിക്കില്ലായിരുന്നു. എന്റെ മകളെ കൊണ്ടുപോയി നീ വിവാഹം കഴിച്ചതിന് ഞങ്ങളെല്ലാം മറന്ന് സാധാരണ നിലയിലല്ലേ നിന്നോട് പെരുമാറുന്നത്? അതെന്താ നീ മനസ്സിലാക്കാത്തത്? നിനക്കെന്താ ഞങ്ങളോട് ഇത്ര ദേഷ്യം? ഞങ്ങൾ എന്താ ചെയ്തത്? അപ്പോഴത്തേക്കാണ് വീണ്ടും അവിടെ നിന്ന് ഒരു ആള് വന്നിട്ട്, അതേ ശ്രീകാന്തെ, അടുപ്പിൽ വെച്ചത് കരിഞ്ഞു പോയി, ചെന്ന് നോക്ക്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വർഷയുടെ അമ്മ പറഞ്ഞു, ശ്രീകാന്ത് നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അത് പിന്നെ ആന്റി അടുപ്പിൽ വെച്ച് കരഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. എന്റെ മോളുടെ ലൈഫ് കരിഞ്ഞു പോകുമെന്നാ എനിക്ക് പേടി. അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ആന്റി, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? നിങ്ങളുടെ മോൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ വെറുതെ ഇതുപോലെ കയറി വന്ന് എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. എന്റെ ജോലിയെ ഡിസ്റ്റർബ് ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മര്യാദയ്ക്കെന്ന് ഇങ്ങനെ പറയുക. ഇത് കേട്ട് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് എന്തോ പോലെ ആയി പോയിട്ടോ. അതുപോലെ അവിടെ ഒത്തിരി ആൾക്കാർ കൂടി നിപ്പുണ്ടായിരുന്നു, ഇതൊക്കെ കേൾക്കുകയാണ്. നമ്മുടെ ശ്രീകാന്തിനാണല്ലോ അതിന്റെ ക്ഷീണം. അതുമല്ല ഫുഡാണെ കരിഞ്ഞും പോയി, പിന്നെ പറയാനുണ്ടോ? ഒരു കസ്റ്റമേഴ്സിന് ഫുഡ് ചോദിച്ചിട്ട് ആ ഫുഡ് അതേ രീതിയിൽ കൊടുത്തില്ല എങ്കിൽ ആ കടയ്ക്കാണ് അതിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുതലാളി വരികയാണ്. മുതലാളി വന്നിട്ട് ശ്രീകാന്ത് ഒന്ന് ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ക്യാബിനിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ആ മുതലാളി പറഞ്ഞു, ശ്രീകാന്ത്, അത് പിന്നെ എന്താ പ്രശ്നം? അത് പിന്നെ സാറേ, ഒരു ചെറിയ പ്രശ്നം, അവരറിയാതെ ഒരു കുടുംബ പ്രശ്നമാ. അല്ല, അവരാരാ? അത് പിന്നെ എൻ്റെ വൈഫിന്റെ മദറാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കുടുംബ പ്രശ്നമാ. അമ്മായിയമ്മയും മരുമോനും ഒക്കെ അങ്ങ് വീട്ടില്. ഇവിടെ വേണ്ടാട്ടോ, ഇത് ഹോട്ടലാണ്, റെസ്റ്റോറന്റ് ആണ്, അറിയാലോ. അത് പിന്നെ സോറി സാർ, എനിക്ക് അവർ ഇങ്ങോട്ട് വരെയൊന്ന് അറിയില്ലായിരുന്നു. നീ ഒരു ഷെഫാ, നീ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുമുണ്ട്, അതുകൊണ്ടാ. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഞാൻ നിനക്ക് ഇവിടെ ജോലി തന്നത്. നിനക്കറിയാലോ, നിനക്കിവിടെ മറ്റുള്ളവരെക്കാൾ ഫ്രീഡം ഞാൻ തന്നിട്ടുണ്ട്. അതൊരു അഡ്വജന്റ് ആയിട്ട് നീ എടുക്കരുത്. കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച രണ്ടുപേരും വഴക്കുണ്ടാക്കിയത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ അത് കണ്ടു. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ റെസ്റ്റോറന്റിനാണ് അതിന്റെ ക്ഷീണം. ഇത് ലാസ്റ്റ് വാണിംഗാ. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ താന് ജോലിയിൽ കാണില്ല. താൻ എത്ര നന്നായിട്ട് കുക്ക് ചെയ്യുന്നു പറഞ്ഞാലും തന്നെ ഞാൻ ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. അല്ലാതെ അങ്ങോട്ട് എന്തോ പോലെ ആയി പോയിട്ടോ നമ്മുടെ ശ്രീകാന്തിന്. കാരണം ശ്രീകാന്തിന് ഇതിൽ കൂടുതൽ ക്ഷീണം വരാൻ വേറെ ഒന്നുമില്ല. അവിടെ ഏറ്റവും നല്ല ഒരു ഷെഫാണ് നമ്മുടെ ശ്രീകാന്ത്. ശ്രീകാന്തിനോട് ഇങ്ങനെ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണ് സങ്കടപ്പെടാതിരിക്കുന്നത്? ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രുതി മോളേന്ന് വിളിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും ആന്റി കേറി വാ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി യാഷിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും ഈശ്വര വരുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്ര വന്നു. ചന്ദ്ര വന്നിട്ട്, മോളെ ശ്രുതി പറഞ്ഞത് കേട്ടല്ലോ, 14 ലക്ഷം രൂപ കൊടുത്താലേ കാനഡയില് ജോലി കിട്ടും. അത് പിന്നെ ക്യാഷ് കൊടുത്താൽ ജോലി കിട്ടുന്ന ഉറപ്പൊന്നും ഇല്ല ആന്റി. ഉറപ്പുണ്ട്, അവൻ പറഞ്ഞല്ലോ. അവൻ പറഞ്ഞ പിന്നെ അപ്പുറയും ഇപ്പുറയും ഇല്ല. ക്യാഷ് കൊടുത്താൽ ഉടനെ തന്നെ ജോലിക്ക് കയറാന്നല്ലേ പറഞ്ഞത്. അത് പിന്നെ അങ്ങോട്ടേക്കൊക്കെ പോണോ ആന്റി? ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും നല്ല ജോലി ചെയ്യുന്നതല്ലേ നല്ലത്. അത് തന്നെയാ എന്റെ മനസ്സിൽ. ഒരു ദിവസം പോലും എന്റെ മോനെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. നമ്മളെ എല്ലാവരെയും വിട്ടിട്ട് അവരെന്തിനാ വേറെ രാജ്യത്ത് പോയി കഷ്ടപ്പെടേണ്ടത്? അതല്ലേ നല്ലത്. ആന്റി പറഞ്ഞത് കറക്റ്റാ. അപ്പം മോളെ ഇവിടെ നല്ല ജോലി കിട്ടുന്നില്ലല്ലോ.
അല്ല ആന്റി, ഉറപ്പായിട്ടും സുധിക്ക് ഇവിടെ നല്ല ജോലി കിട്ടും, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ അവനെ പറഞ്ഞത് കേട്ടോ, ഇപ്പഴാ അവന് ശരിയായ ജോലി കിട്ടിയെന്ന്. ആന്റി പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. സുധി കാനഡയിൽ പോകണമെന്നാണോ പോകണ്ടെന്നാണോ പറയുന്നത്? അത് പിന്നെ ക്യാഷ് ഉണ്ടായാലും എല്ലാവർക്കും ആ ജോലി കിട്ടണമെന്നില്ലല്ലോ. അവന്റെ ഡിഗ്രി കണ്ടിട്ടാണ് അവര് സെലക്ട് ചെയ്തത്. എന്നാലും മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവന് കാനഡയിലേക്ക് പറഞ്ഞു വിടണ്ട. ഈ 14 ലക്ഷത്തിന്റെ കൂടെ കുറച്ച് ക്യാഷും കൂടെ ചേർത്ത് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയാലേ അവൻ ടോപ്പിലെത്തും. അറിയാലോ, അവനെ പിന്നെ പേടിച്ചാ കിട്ടത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു വരുന്നത് മോക്ക് മനസ്സിലായോ? അത് പിന്നെ ആന്റി എന്താ പറഞ്ഞു വരുന്നത്? നീ ഒരു 10-20 ലക്ഷം രൂപ നിന്റെ അച്ഛനോട് ചോദിക്ക്, ധൈര്യമായിട്ട്. അദ്ദേഹത്തിന് അതൊക്കെ നിസ്സാരമല്ലേ. നീ ചോദിച്ച ഉടനെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്തു തരും. എന്റെ അച്ഛനോ? ആ, നിന്റെ അച്ഛൻ. പിന്നെ ആരുടെ അച്ഛനാ? നിന്റെ അച്ഛനല്ലേ മലേഷ്യയില് വലിയ ബിസിനസ് ഒക്കെ ഇട്ടേക്കുന്നത്. അത് പിന്നെ അച്ഛനോട് ഇപ്പം എങ്ങനെയാ? എന്തിനല്ല ആകടിക്കുന്നത്? നിന്റെ അച്ഛനല്ലേ. സുധി കാനഡയിലേക്ക് പോവാന്ന് പറഞ്ഞാല് അദ്ദേഹം തന്നെ ഇങ്ങോട്ടേക്ക് പറയും, എവിടേക്ക് വിടണ്ട, നാട്ടിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങട്ടെ, എത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാന്ന്. അതുകൊണ്ട് മോളെ ധൈര്യമായിട്ടൊന്ന് വിളിച്ചു ചോദിക്ക്. പിന്നെ സുധിയുടെ കയ്യിൽ കുറേ ഐഡിയാസ് ഉണ്ട്. അവനെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ ഒരാളില്ല. അതാ മോളെ പ്രശ്നം. അവനെ ഒന്ന് തള്ളിവിട്ട് ഓടിപ്പോന്ന് പറഞ്ഞാല് അവൻ ഓടിപ്പോക്കോളും. വിജയിച്ചിട്ടായിരിക്കും അവൻ തിരിച്ചു വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മോളൊന്ന് മനസ്സ് വെച്ചാല് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാം, അവൻ നല്ല ജോലിയും കിട്ടും. അല്ല, മോളൊന്ന് ആലോചിച്ചു നോക്ക. ആലോചിക്കാനൊന്നുമില്ല. മോള് വിചാരിച്ചാൽ ശരിയാകുമെന്ന് എനിക്കറിയാം. അതെ, മോള് സങ്കടപ്പെടുവൊന്നും വേണ്ട. മോൾ ഇപ്പൊ തന്നെ അച്ഛനെ വിളിക്ക്. എന്നാ വേണ്ട, ഒരു കാര്യം ചെയ്യും, നിന്റെ ഇളയച്ചനെ വിളിക്ക്. ഇളയച്ചനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് നിന്റെ അച്ഛനോട് പറഞ്ഞാൽ മതി. നീ ഇളയച്ചനെ വിളിച്ച ഫോൺ എനിക്കിതാ, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാം. എനിക്കാണ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാ. അയ്യോ വേണ്ട ആന്റി, ആന്റി പൈസ ഒന്നും ചോദിച്ച ആരുടെയും മുമ്പിൽ താഴുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചോളാം. എന്റെ മുത്ത നീ, എന്റെ പുന്നാര മോളാ നീ. നീ അച്ഛനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ സംസാരിക്കട്ടോ. ഏതായാലും ആന്റി അങ്ങോട്ടേക്ക് പോകാം. എന്നിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയപ്പോഴത്തേക്കും ശ്രുതി ആകെ പെട്ട് നിൽക്കുക. എന്റെ ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? എപ്പം നോക്കിയാലും ക്യാഷ് വേണം, ക്യാഷ് വേണം, ക്യാഷ് വേണം. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഞാനും? ഇനി 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോകും? ഈ കൊടുത്ത പൈസ എല്ലാം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു വലിയ വീട് വെക്കായിരുന്നു എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞാണ് ശ്രുതി നിൽക്കുന്നത്. ഈ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷ ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് കയറി വരിക. ശ്രീകാന്ത് കയറി വന്നു ഉടനെ നമ്മുടെ വർഷയോട് പറഞ്ഞു, എണീക്കാൻ പറഞ്ഞു. എന്തിനാ ശ്രീകാന്ത് എണീക്കണ്ടേ? നിന്നോടല്ലേ വർഷ എണീക്കാൻ പറഞ്ഞത്? അത് പിന്നെ എന്തിനെണീക്കണം? അപ്പൊ കയ്യിലിരുന്ന ഫോൺ എടുത്ത് പിടിച്ചൊരു ഒറ്റ ഏറ് കേട്ടോ ആ ബെഡില്. എന്നിട്ട് പറഞ്ഞു, എന്റെ ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് അയക്കുക, എന്തിനാ വെറുതെ എന്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞത്? നീ കാരണം എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടുന്ന തോന്നുന്നത്. അത് പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കല്ലേ. ഞാൻ എവിടെയും വരുന്നില്ലെന്ന് നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ നീ നിന്റെ അമ്മയെ റെസ്റ്റോറന്റിലേക്ക് പറഞ്ഞു വിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? നിനക്ക് ബുദ്ധിയില്ലേ? ഞാൻ എന്റെ അമ്മേനെ റെസ്റ്റോറന്റിലേക്ക് പറഞ്ഞു വിട്ടെന്നോ? എപ്പം? ചുമ്മാ അഭിനയിക്കല്ലേ. നീ അറിയാതെ ഏതായാലും അവര് വരില്ലല്ലോ, നീ അറിഞ്ഞുകൊണ്ട് തന്നെ അവര് വന്നത്. അമ്മ റെസ്റ്റോറന്റിൽ വന്നത് ശ്രീകാന്ത് ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ല, അമ്മ എന്തിനാ അവിടെ വന്നത്? എന്നെ ഇറിറ്റേറ്റ് ചെയ്യാന്. അവരെ വിട്ടാലും ഞാൻ പേടിക്കുന്നു കരുതിയോ? എന്തിനാ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നത്? എന്തേലും പറയാനുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് പറയാലോ, ജോലി സ്ഥലത്തല്ലല്ലോ വന്ന് പറയേണ്ടത്. അവര് കാരണം ഞാൻ എന്തുമാത്രം ഇൻസൾട്ട് ആയെന്ന് അറിയാമോ? ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് പോകാൻ പറഞ്ഞപ്പോ കേട്ടില്ല. തീരെ മാനേഴ്സ് ഇല്ലാതെ വായി തോന്നിയതൊക്കെ പറഞ്ഞു. എന്റെ എന്റെ എന്താ പറയും ഞാൻ, എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അവിടെയുള്ള എന്റെ മുതലാളി ഇന്ന് എന്നൊക്കെ പറഞ്ഞെന്നറിയാമോ? ശ്രീകാന്ത് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നീ കാരണം നമ്മുടെ ലൈഫ് സ്പോയിൽ ആവുന്ന എനിക്ക് തോന്നുന്നത്. അതെ, ലൈഫ് സ്പോയിൽ ആകുവാണെങ്കിൽ അങ്ങ് സ്പോയിൽ ആവട്ടെ, എന്റെ ജോലി പോയാലേ അതാ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. അറിയാലോ, മുതലാളി പറഞ്ഞിരിക്കുക, ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടില്ലെന്ന്. ഇതെന്താ ഇതിന് എന്നോട് ദേഷ്യപ്പെടുന്നത് ശ്രീകാന്ത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു വിട്ടതല്ല അമ്മയെ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ശ്രീകാന്ത് ദേഷ്യത്തിലാണെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ചിലപ്പോ അമ്മ കാണാൻ വന്നതായിരിക്കും. അതിനെന്തിനാ ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഞാന് ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലേ ദേഷ്യപ്പെടാതിരിക്കുവോ? കുറച്ചെങ്കിലും മാന്യത കാണിച്ചൂടെ? ശ്രീകാന്ത് എന്തിനാ ഈ ചെറിയ പ്രശ്നം ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്നത്? എന്റെ അച്ഛനും അമ്മയും തന്നെ ആ പാസിന് എവിടെയും പോകില്ല എന്നുള്ള ഈഗോയാണ്. ഒരു ഈഗോ. ശ്രീകാന്ത് ഒരു ഈഗോ നിറഞ്ഞൊരു പുരുഷനാ. ഞാനൊരു കാര്യം പറയാം.
ഈ ഈഗോ വെച്ചോണ്ട് നടന്നാലേ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ നിർത്ത, നിന്റെ ഡയലോഗ് ഉണ്ടല്ലോ അങ്ങ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ മതി എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പം ശ്രീകാന്തേ നിന്നെ ശ്രീകാന്തേ എന്തിനാ എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചത്? ഞാൻ ചെയ്യുന്ന ജോലി അത് നിന്നെക്കാൾ നല്ല ജോലിയാണെന്ന് നിനക്കറിയാം. അതുകൊണ്ടല്ലേ നിനക്ക് ഈഗോ ഉള്ളത്. ഓ എനിക്കല്ലടി ഈഗോ, നീ എന്തോ വലിയ ആളാണെന്നുള്ളതാണ് നീ വിചാരിക്കുന്നത്. അത്ര ബെറ്റർ വലിയ ജോലിയൊന്നും അല്ല നീ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ജോലി. എടാ മണ്ട, ഡബ്ബിങ് ജോലിയും പാചകവും ഒരുപോലെയാണോടാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ദേ എന്നെ മണ്ടാന്ന് വിളിക്കരുത് കേട്ടോ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതാ ഞാൻ ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരുടെ വായ്ക്ക് രുചി കൊടുക്കുന്നതാ ഞാൻ ഉണ്ടാക്കുന്നത്. നീയും അതുപോലെയൊക്കെ തന്നെയല്ലേ? നീയും വായും കൊണ്ട് തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. ദേ ഞാൻ പറയുന്നതൊന്നും ഒന്നും നീ വില കൽപ്പിക്കുന്നില്ല. നീ പറയുന്നത് മാത്രമാ ശരി. നീ വലിയ ആളാണെന്ന നിന്റെ വിചാരം. എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ ശ്രീകാന്തിന്റെ പ്രശ്നം എന്താ അതാദ്യം പറ. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ പറഞ്ഞു, മേലിൽ നിന്റെ അമ്മ നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. ഇനി അങ്ങനെ ചെയ്താല് വേറൊരു ശ്രീകാന്തിനെ കാണേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് ഇറങ്ങി പോവാട്ടോ. വർഷം അങ്ങ് എന്തോ പോലെ ആയിട്ട് നിൽക്കുകയാണ്. ഏതായാലും ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷം നയനയുടെയും ആദർശിന്റെയും കഥയുമാണ്. അതുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.